ഒന്നും പറയട്ടെ മക്കളെ, കടപ്പുറത്ത് ചാകര വന്നിട്ട് എന്താ നമുക്ക് കടപ്പുറത്ത് പോയിട്ട് വരാം. ഉഷാറല്ലേ വീട്ടല്ലേ? ഓക്കെ, എന്നാ നേരെ കടപ്പുറത്ത് പോവാ. അങ്ങനെ നമ്മൾ കടപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നേരെ വലിഞ്ഞ് നടക്കാം. നല്ല ആൾക്കൂട്ടം കാണുന്നുണ്ട്. ചാകര ഉറപ്പ് തന്നെയാണ്. ഇത് ചാകരല്ലാണ്ട് പിന്നെ എത്ര അധികം ആൾക്കാരൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല. ചാകര തന്നെയാണ് മക്കളെ, ചാകര തന്നെയാണ്. വലിഞ്ഞ് നമ്മളിതാ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്നുള്ളത് കാണാം. അതെ ഗേസ്, ചാകര വന്നിട്ടുണ്ട്. നല്ല പണിയുണ്ട്. ചാകര വന്ന കാരണം കൊണ്ടാണ് ഇത്ര അധികം പണിയുള്ളത്. നോക്കുമ്പോ എന്താ മാന്തള്ള ചാകരയാണ് ഗേസ്. അപ്പൊ നല്ല ചുമട്ടരും ഉണ്ട്. നെറ്റൊക്കെ വേണം വിളിക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും നന്നായിട്ട് കാണാം എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. നമുക്ക് വിശദമായിട്ട് കാണാം. നെറ്റ് ഫുള്ളാക്കിയിട്ടാണ് ഇവിടെ മാന്തൽ വിളിക്കുന്നത്. ചിലപ്പോൾ കൊട്ടയിൽ വിളിക്കലുണ്ട്. എന്നാലും മിക്കവാറും ടൈമിൽ നെറ്റ് ഫുള്ളാക്കും. നന്നായിട്ട് നിറച്ചിട്ട് ആ മീനിനാണ് ലേലം വിളിക്കുന്നത്. നല്ല രസമാണ്. കടലിൻ്റെ മക്കൾക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ അത് കടപ്പുറത്തിൻ്റെ ഒരു പെരുന്നാൾ വന്ന പോലെ പോലെ ഫുള്ളാക്കി നിറച്ചിട്ടാണ് ഇത് വിളിക്കുന്നത്. ലേലം വിളിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമാണ്. ഇപ്പോൾ വാട്സപ്പ് സംവിധാനങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട്, മൊബൈൽ ഫോണൊക്കെ ഉള്ള കാരണം കൊണ്ട് മെയിൻ ഉണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം വാങ്ങിച്ചിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ മീൻ കച്ചവടക്കാർക്ക് അതുപോലെ തന്നെ ഈ വഞ്ചിക്കാർക്ക് വള്ളക്കാർക്ക് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഏതൊക്കെ ഭാഗത്ത് മീനുണ്ട്, എവിടെയൊക്കെ മീൻ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. അത് നോക്കാൻ പറ്റുന്നത് ട്രാക്ടർ കൊണ്ട് വഞ്ചി കയറ്റുന്നു, വഞ്ചി കയറ്റിയേക്കുന്നു, വഞ്ചി ഇറക്കുന്നു, അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ. ട്രാക്ടർ വന്നിട്ട് അധികമായിട്ടില്ല. ഇപ്പോൾ ആൾക്കാർക്ക് പണി സുഖമാണ്, എളുപ്പമാണ്. ട്രാക്ടർ കടലിലേക്ക് ഇറക്കാനും കയറ്റാനൊക്കെ ട്രാക്ടറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ഫൈബർ വഞ്ചി വന്നത്. നോക്കുമ്പോൾ മാന്തളാണ്. മാന്തളിൻ്റെ ചാകരയാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത്. കാരണം എല്ലാ വഞ്ചി വരുന്നതിലും മാന്തളുണ്ട്. അത്യാവശ്യം മാന്തൾ പണി നടക്കുന്നുണ്ട് ചാകരയായതുകൊണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേക രസമാണ്, പ്രത്യേക വൈബാണ് ഇത് കാണാൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനുണ്ട്. അതന്നെ വലിയ സന്തോഷം. ചാകര വരുമ്പോൾ അതാണ് കടലിൻ്റെ മക്കൾ കടപ്പുറത്ത് വളരെ സന്തോഷമാണ്. ഈ ചാകര എന്ന സ്ഥലം നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്, അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട് സമയത്ത്. നല്ല കൂലിയാണ്. ഇപ്പോൾ ഈ താനൂരിൽ നിന്ന് തിരുവല്ല അതുപോലെ തന്നെ ലോങ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വണ്ടിക്കാർ ലോഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, മീൻ ലോഡാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, കച്ചവടക്കാർ. അത് വലിയൊരു ആശ്വാസമാണ്. കാരണം മീൻ അത്യാവശ്യം വില കിട്ടും, പിന്നെ മീൻ കച്ചവടമായി പോവുകയും ചെയ്യുമല്ലോ. അത് കാരണം ഇവിടെ ഉത്സവം പോലെയാണ്, ഒരു പെരുന്നാൾ വന്ന പോലെയാണ്. കാരണം പണി കിട്ടിക്കഴിഞ്ഞാൽ കടപ്പുറത്തിൻ്റെ മക്കൾക്ക്, കടലിൻ്റെ മക്കൾക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് പെരുന്നാളാണ്. വളരെ സന്തോഷമാണ് അതിൻ്റെ ആ ദിവസം. കാരണം പണിയെടുത്തിട്ട് കൈ നിറയെ കാശ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് കടലിനോട് ഇത്രയും മല്ലിട്ടിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷം ഒരു പ്രത്യേകം തന്നെയാണ്. കണ്ടോ, ഫുള്ള് മാന്തലാണ്. മാന്തലിൻ്റെ ചാകര എന്ന് പറഞ്ഞതാണ്. പിന്നെ അതിനടുത്ത് പറക്കുന്നവരുണ്ട്, നിലത്തുന്നത് പറക്കുന്നുണ്ട്, കൊണ്ടുപോകും. ഇത് ചോദിച്ചാലൊക്കെ അവർ കൊടുക്കുകയും ചെയ്യും കേട്ടോ. ചില ആൾക്കാരൊക്കെ മീൻ കൊടുക്കും. നല്ല നിലവിളിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വഞ്ചിയിലത്തെ ഫൈബർ വഞ്ചിയിലത്തെ മീൻ ഏകദേശം കോരി കഴിയാറായിട്ടുണ്ട് തോന്നുന്നു. കിഴക്ക് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ മീനുണ്ടായി കഴിഞ്ഞാൽ നേരെ കടപ്പുറത്തേക്ക് വരും. പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ മീൻ കിട്ടും. അതാണ് അതിൻ്റെ ലക്ഷ്യം. വരുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം അതാണ്. മീനെ കാണാം. എനിക്ക് ഒഴിവിട്ട സമയത്തൊക്കെ കടപ്പുറത്ത് വന്നിരിക്കാറുണ്ട്.